എല്ലാവർക്കും സ്കൂൾ ടൈം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ദിയ എലിസബത്ത്, 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് സ്കൂൾ ടൈം എന്ന പ്രോഗ്രാം എത്തി നിൽക്കുന്നത് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമാപുരത്തിന്റെ അങ്കണത്തിലാണ്. വ്യക്തിപരമായി കുട്ടികളെ വളർത്തുന്നതിനും അച്ചടക്കത്തിലും സൗഹാർദ്ദത്തിലും അവരെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി NCC, SPC, JRC, സ്കൗട്ട്, ഗൈഡ് മുതലായ സംഘടനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഭാഗമായി നല്ല പാഠം, സീഡ് മുതലായ ക്ലബ്ബുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കലാകായിക മേഖലയിൽ മികച്ച പരിശീലനം ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ പരിശീലനം നേടിയ കുട്ടികൾ സംസ്ഥാന തലം വരെ ഉള്ള മത്സരങ്ങളിൽ മാറ്റുരച്ച് അവിടെയും സെന്റ് തോമസിന്റെ പേര് ഉയർത്തി കാണിക്കുവാനായി ഇവിടുത്തെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളിൽ എന്നും സെന്റ് തോമസ് മുമ്പിൽ തന്നെയാണ്. കുട്ടികളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ക്ലാസ്സുകളിൽ കുടുക്കകൾ സ്ഥാപിക്കുകയും ആ കുടുക്കകളിൽ കുട്ടികൾ നിക്ഷേപിക്കുന്ന പൈസകൾ ഇവിടുത്തെ ദുരിതമനുഭവിക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് യൂണിഫോം, പുസ്തകം, കുട മുതലായ പഠനോപകരണങ്ങൾ നേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വാങ്ങുന്നതിന് വേണ്ടി കൊടുക്കുകയും ചെയ്യുന്നു. കൂടാതെ തൊട്ടടുത്തുള്ള PHCയിൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ലൈബ്രറിയുടെ ഭാഗമായി അക്ഷരക്കൂട് എന്ന പേരിൽ ഒരു ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് സംഭാവനയായി ലഭിക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന ലൈബ്രറികൾ തന്നെയാണ്. ശുദ്ധമായ കുടിവെള്ളം കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ ബ്ലോക്കിലും കുട്ടികൾക്ക് വേണ്ട കുടിവെള്ളം സജ്ജമാക്കിയിട്ടുണ്ട്. കായിക നിലവാരത്തിൻ്റെ മേന്മ വിളിച്ചോതുന്ന വിശാലമായ കളിസ്ഥലം. ഇവിടെ വിവിധങ്ങളായ കോർട്ടുകളിൽ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, നെറ്റ്ബോൾ മുതലായവയിൽ വിവിധ കോച്ചുമാരുടെ നേതൃത്വത്തിൽ പരിശീലനം നേടുന്ന ഇവിടുത്തെ ചുണക്കുട്ടികൾ സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ വിജയം നേടും. കൂടാതെ കലാരംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഉപജില്ല മുതൽ സംസ്ഥാന തലം വരെ ഇവിടുത്തെ കുട്ടികൾ മാറ്റുരയ്ക്കുന്നു. താളവിസ്മയങ്ങൾ കൊണ്ട് അരങ്ങിൽ അത്ഭുതം തീർക്കുവാൻ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ. പട്ടുടൻ
പണിപ്പുടവ പവിഴമുത്തുമാലയും തിരി അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാത്തോമൻ തിരി അലങ്കരിച്ച പന്തലിൽ വന്നിരുൾ തരുൾക മാത്തോമൻ തിരി അലങ്കരിച്ച പന്തലിൽ വന്നിരുൾ തരി താകുതീരത്താതിമതത്തി തുറച്ചുടൻ അൽപാൽരാജൻ ഏകീതു വേഗന അവനോട് തേനോടു പാലുമോ ഴുകും നാട് ദൈവമിരിപ്പിടമെന്നും ചൊല്ല തേക്കുവടക്കൊരു പശ്ചിമദിക്ക് ദണ്ഡ നമസ്കാരം ചെയ്യും ഭാഗം ആയ വിടത്തിന് നീ ചെന്നിട്ട് ആകുലമെന്നിയെ ചതുര് നോക്ക് കൂട്ടിയടുപ്പിച്ചോ ഒരാളോടേകി കൂട്ടി നിരൂപിച്ച് പെടും പോലെ മാത്രയൊഴിയാതെ ചച്ചയാലെ യാത്ര പുറപ്പെട്ടു നെവഴി താകൃതിത്തേയക തിത്തേയക തെയ്യത്തേ. മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയതും പടിച്ചെമ്പുമിരുമ്പും മറ്റും പല വക വേണ്ടും പണികൾ ഇന്ദൈ തത്ത തത്തത്തകതീതകതിത്തേതകതീതോ മഹിമയോടരിമകളെല്ലാം ചെയ്യും മനുമേവാ തിത്തത്തികതത്തികതത്താം തികതകതികതത്തികതത്താം തികതിത്തത്താം തികതിത്തത്താം ഇന്ദേരുത്താതത്താതന്തത്തേ ഇന്ദൈ തത്ത തത്തത്തകതീതകതിത്തേതകതീതോ ഇമ്പമൊടരുമകൾ തിരുമനസാലെ ഇയൽ വഴി തെയ്യന്തേ എന്തക്കാ തികുതേ എന്തക്കാ തിത്തേ തികുതേ എരുത്താതത്താതന്തത്തേ ഇന്ദൈ തത്ത തത്തത്തകതീതകതിത്തേതകതീതോ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ തക്കിടകിടതകതേ തകതാം 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 തേ തിക്കിടകിടതകതേ തികിതാം 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 തേ തക്കിടകിടതകതേ ആ തകതാം തേ തിക്കിടകിടതകതേ ആ തികിതാം തേ തക്കിടകിടതക തക്കിത്തേതാ ഇന്ദത്താത് ഇന്ദത്താതക തക്കിടകിടതകതേ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ താകൃത്തത്താതത്താതന്തത്തേ. ആനന്ദം വരുമാരൻ മാലാഖമാർ തിത്തേതാരാകാശെ നിന്നിങ്ങു ലോകം ചേർന്നു തിത്തേതകതേ ആചാര ചടരമാടക്കും പോലെ തിത്തേതാരാകായ മൂടി പൊതിയു നിപ്പോൾ തിത്തേതകതേ അതുപോഴു തണ്ണൻ്റെ മുൻപിൽ ചെന്ന് തിത്തേതാരാദര വെന്നവർ കൈകൾ കൂപ്പി തിത്തേതകതേ കേത്തിച്ചു വഴിപ്പോൾ ആരിച്ചാരെ തിത്തേതാരകൃത്യമി എല്ലാവർക്കും വേണമെന്ന് തിത്തേതകതേ ആ പെട്ടോരു മുനിവരൻ തന്നെ കണ്ടു തിത്തേതാര കുമ്പിട്ടു നിന്നവ കേട്ടും നീക്കി തിത്തേതകതേ. മനഗുണമുടയവനരുളാൻ മാനവർ മഹിമയോടെത്തിയ അണഞ്ഞുടനെ ഇരുതിത്തെ മർദ്ദലനെറികെടുമതിലൊരു പേരതിൽ മംഗളമായവൻ പുകീച്ച ഇരുതിത്തെ കൈക്കൊണ്ടവനൊരു ഞൊടിയളവാൻ ചെന്നറിയിച്ചവൻ ചിന്നമലയ്ക്ക് എഴുതിത്തെ കണ്ണയൊടിതു വഴി ചൊൽവതിനഴകായി അങ്ങുമിങ്ങും മല
ഇത് പതിച്ച് ഇത് തിത്തിത്തെ നരമോട് പലവ കിന്നരമൊഴുകുക നന്ദൊലിയും പഴ പലതരമേ തീൻ തീൻ തകതക തീൻ തീൻ തകതക തീൻ തീൻ തകതക തീൻ തീൻ തീ നരമോട് പലവ കിന്നരമൊഴുകുക നന്ദൊലിയും പഴ പലതരമേ തീൻ തീൻ തകതക തീൻ തീൻ തകതക തീൻ തീൻ തകതക തീൻ തീൻ തീ മുനമ്പിൽ നിന്നുയരെടുത്താകാശേ ഉയരവനിരുപ്പിടം പുകീച്ച് ഇത് തിത്തിത്തെ വച്ചത് മധുവിന് മക്കള് മധുവിന് നല്ല വഴിക്ക് വളർത്തവരെ തീൻ തീൻ തകതക തീൻ തീൻ തകതക തീൻ തീൻ തകതക തീൻ തീൻ തീ മഞ്ഞണിയൊരിയെ പെരിയവരെല്ലാം ചെറുമുടി തേടി പുലരാമേ തീൻ തീൻ തകതക തീൻ തീൻ തകതക തീൻ തീൻ തകതക തീൻ തീൻ തീ തിത്ത തികത തികതത്താം തികതക തികത തികതത്താം 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 ഇന്ത്യേ ദിത്താദിത്താദിന്തത്തേ. ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് തോമസ് HSSന്റെ കമ്പ്യൂട്ടർ ലാബിന്റെ മുൻപിലാണ്. മാറുന്ന ലോകത്തെ വിവര സാങ്കേതിക വിദ്യയെപ്പറ്റി കുട്ടികൾക്കറിയാൻ IT ലാബ് സജ്ജമാണ്. കുട്ടികൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറുമായി ഇടപഴകുന്നത് എന്ന് നമുക്ക് കണ്ടാലോ? എൻ്റെ പേര് അലക്സ് ജോം. ഞാൻ തോമാവരം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. അതിനോടൊപ്പം IT ലാബിൻ്റെ കമ്പ്യൂട്ടർ ലാബിൻ്റെ ചാർജ് കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽ 3 വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ പ്രാക്ടിക്കൽസ് ഇവിടെ നടത്തുന്നുണ്ട്. സയൻസിൽ 3 ബാച്ചുകളും കൊമേഴ്സിൽ 1 ബാച്ചിലെ കുട്ടികളും അടക്കം 240ഓളം കുട്ടികൾക്ക് ഇവിടെ കമ്പ്യൂട്ടർ ലാബ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഒരേ സമയത്ത് 30 കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് കമ്പ്യൂട്ടർ ലാബാണ് നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇത് അവരുടെ ഭാവിയിലെ പഠനത്തിന് കൂടി ഉപകരിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു ലാബ് ഒരുക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായത്. ഇവിടെ കമ്പ്യൂട്ടർ ലാബിൽ മാത്തമാറ്റിക്സ് 3 സയൻസ് ബാച്ചുകളിലായി 180ഓളം കുട്ടികൾ ഇവിടെ പ്രാക്ടിക്കൽ ചെയ്യുന്നു. അതുപോലെ കൊമേഴ്സ് ബാച്ചിൽ 2 വിഷയങ്ങൾക്ക് കമ്പ്യൂട്ടർ ലാബ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അക്കൗണ്ടൻസിയും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും. ഈ 2 വിഷയങ്ങളിലും പ്രാക്ടിക്കൽ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ആകെ 240 കുട്ടികൾക്കാണ് നമ്മളിവിടെ ഈ ലാബിലൂടെ പരിശീലനം നൽകുന്നു. സയൻസിൽ മാത്സ് വിഷയത്തിനാണ് ഇവിടെ ലാബുള്ളത്. വിവിധ തരത്തിലുള്ള കാൽക്കുലേഷൻസ്, സയൻറ്റിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ അവരെ പരിശീലിപ്പിക്കുക. വിവിധ തരം ഗ്രാഫുകൾ, ചാർട്ടുകളൊക്കെ തയ്യാറാക്കുന്നതിന് വളരെ എളുപ്പത്തിൽ കമ്പ്യൂട്ടർ വഴി സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മാത്സിൽ, കണക്ക് എന്ന വിഷയത്തിൽ നമ്മൾ ലാബിൽ കൈകാര്യം ചെയ്യുന്നത്. കൊമേഴ്സിലെ 2 വിഷയങ്ങളിലാണ് ലാബ് ഉപയോഗിക്കുന്നത്. ഒന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വിവിധ പ്രോഗ്രാമുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുവഴി അവർക്ക് ഭാവിയിൽ ചെറിയ ജോലി സാധ്യത ലഭിക്കാവുന്ന രീതിയിലുള്ള പരിശീലനമാണ് നമ്മളിവിടെ ഈ കോഴ്സുകൾ കൊണ്ട് നൽകുന്നത്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊമേഴ്സിലെ മറ്റൊരു വിഷയമാണ്, പ്രാക്ടിക്കൽ സബ്ജക്റ്റാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈ പറഞ്ഞതുപോലെ വിവിധ തരത്തിലുള്ള ഗ്രാഫുകളും സയൻറ്റിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസും ഈ കമ്പ്യൂട്ടർ ലാബിൽ വെച്ച് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന രീതിയിലുള്ള പരിശീലനങ്ങളാണ് ഈ കമ്പ്യൂട്ടർ ലാബിൽ നമ്മൾ നൽകുന്നത്. കലാരംഗത്തിൻ്റെ തിലകക്കുറി എന്നോണം കാലാകാലങ്ങളായി സംസ്ഥാന മത്സരത്തിൽ വരെ മാറ്റുരയ്ക്കുന്ന സെന്റ് തോമസ് ബാൻഡ് മേളം ഈ നാടിൻ്റെ ആവേശമാണ്. 20 പേർ അടങ്ങുന്ന ബാൻഡ് ടീം ഇവിടുത്തെ ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും കൊഴുപ്പേകുന്നു.
എൻ്റെ പേര് വിവേക് ടോം, ഇത് അലക്സ് സാറ്. ഞാൻ ഹൈസ്കൂൾ ബാൻഡ് ടീമിൻ്റെ ചാർജ് വഹിക്കുന്നു. അലക്സ് സാറ് ഹയർ സെക്കൻഡറിയുടെ ടീമിൻ്റെ ചാർജ് വഹിക്കുന്നു. 2008 മുതലാണ് തോമാവരം ബാൻഡ് അക്കാദമി ആരംഭിച്ചത്. അത് നമ്മുടെ മുൻ അവിടെ അധ്യാപകനായിരുന്ന ജോസ് ടി എസ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. തുടർന്ന് സാറിൻ്റെ റിട്ടയർമെൻറ്റ് ശേഷമാണ് ഞാൻ ബാൻഡ് ടീമിൻ്റെ ചാർജ് ഏറ്റെടുക്കുന്നത്. സാർ ഇപ്പോൾ തുടർന്നിവിടെ പരിശീലനം നൽകാൻ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ 2 ടീമാണ്, മുമ്പ് പറഞ്ഞ 2 ടീമാണ് ഉള്ളത്. ഒന്ന് ഹൈസ്കൂളിനും ഒന്ന് ഹയർ സെക്കൻഡറിക്കും. ഒരു ടീമിൽ 20 പേര് വെച്ച് ടോട്ടൽ ഈ സ്കൂളിൽ നിന്ന് 40 കുട്ടികൾ എല്ലാ വർഷവും ഇവിടെ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന തലങ്ങളിൽ എല്ലാ വർഷവും ഇവിടെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ 1, 2, 3 സ്ഥാനമൊക്കെ ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. ഇപ്പോൾ ഗ്രേഡാണ്. ഇപ്പോൾ ഹയർ സെക്കൻഡറി കഴിച്ച എ ഗ്രേഡും ഹൈസ്കൂളിൽ ബി ഗ്രേഡാണ് കിട്ടിയത്. എല്ലാ പ്രാവശ്യവും നമുക്ക് എ ഗ്രേഡുകൾ കിട്ടാറുണ്ട്. ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 500 കുട്ടികളോളം ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ അക്കാദമിയിൽ നിന്ന് പാസ്സായി പോയിട്ടുണ്ട്. അവരെല്ലാം പല ടെസ്റ്റുകളിലും സൈന്യത്തിൻ്റെ ആണെങ്കിലും പോലീസിൻ്റെ ടെസ്റ്റുകൾ ബാൻഡ് ടീമുകളിലൊക്കെ പങ്കെടുത്ത് വരുന്നുണ്ട്. കലോത്സവത്തിൽ ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലാണ് മത്സരം നടക്കുന്നത്. ഹൈസ്കൂളിൽ 8 മുതൽ 10 വരെയുള്ള കുട്ടികൾ ടീമിൽ പങ്കെടുക്കുന്നു. പക്ഷേ 7ാം ക്ലാസ് തൊട്ടേ കുട്ടികൾക്ക് പരിശീലനം കൊടുത്തു വരുന്നുണ്ട്. അവർ 8-ലെത്തുമ്പോഴേക്കും സ്റ്റേറ്റിൽ പങ്കെടുക്കാവുന്ന രീതിയിലാണ് വരുന്നത്. 8, 9, 10 പാസ്സായി ഇവിടുന്ന് പോയ കുട്ടികളാണ് മിക്ക കുട്ടികളാണ് +1ലും +2ലും ഹയർ സെക്കൻഡറി തലത്തിൽ ഇവിടെ നമുക്ക് വേണ്ടി നമ്മുടെ സ്കൂളിന് വേണ്ടി മത്സരിക്കുന്നത്. ഒരു ദിവസം പോലും മുടങ്ങാതെ അവധി കിട്ടിയാലും ആ കുട്ടികളെ വരുത്തിച്ച് നല്ലൊരു പരിശീലനം മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഫീസ് പോലും വാങ്ങുന്നില്ല കുട്ടികളിൽ നിന്ന്. തികച്ചും സൗജന്യമായിട്ടാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. മുൻ അധ്യാപകരും ഇവിടുന്ന് പഠിച്ചു പോയ വിദ്യാർത്ഥികളും ഒക്കെ വന്ന് ഇവർക്ക് പരിശീലനം നൽകുന്നു. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വളരെ ആരുടെ അടുത്തും ഫീസ് വാങ്ങാൻ സൗജന്യമായിട്ട് തന്നെയാണ് എല്ലാ കുട്ടികൾക്കും ഇവിടെ പരിശീലനം നൽകുന്നത്. അപ്പോൾ നമുക്കിതിന് ഫണ്ട് ലഭിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ തന്നെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ടീം പുറത്തുള്ള പരിപാടികളെ സംഘടിപ്പിച്ച് അതിൽ നിന്നുള്ള വരുമാനം കണ്ടെത്തിയാണ് ഞങ്ങൾ ഇതിൻ്റെ ചെലവുകളൊക്കെ ഞങ്ങൾ കണ്ടെത്തുന്നത്. ശ്രുതിമധുരമായ മറ്റൊരു ഗാനവുമായി അഞ്ജല തോമസ്. സ്നേഹമാമീശോയെ ദിവ്യകാരുണ്യമേ എൻ ഹൃത്തിൽ വന്നിടണേ, എന്നുള്ളിൽ അലിയണമേ. സ്നേഹമാമീശോയെ ദിവ്യകാരുണ്യമേ എൻ ഹൃത്തിൽ വന്നിടണേ, എന്നുള്ളിൽ അലിയണമേ. മിന്നിൽ നിന്നും മണ്ണിൽ വന്ന് ദിവ്യകാരുണ്യമേ ജീവനായി എന്നുള്ളിൽ വാഴണമേ. മിന്നിൽ നിന്നും മണ്ണിൽ വന്ന ദിവ്യകാരുണ്യമേ ജീവനായി എന്നുള്ളിൽ വാഴണമേ. സങ്കടമെല്ലാം സന്തോഷമാക്കും നാഥാ, ഈ കുഞ്ഞു ജീവിതത്തിൽ ചൊരിയണേ നിൻ വരങ്ങൾ. പാപത്തിൽ വീഴാതെ കാത്തിടണേ, വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപയേകണേ. പാപത്തിൽ വീഴാതെ കാത്തിടണേ, വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപയേകണേ. മിന്നിൽ നിന്നും മണ്ണിൽ വന്ന ദിവ്യകാരുണ്യമേ ജീവനായി എന്നുള്ളിൽ വാഴണമേ. മിന്നിൽ
യേശുനാഥ ജീവിതം ധന്യമായി മാറ്റിയിടണേ ദിവ്യകാരുണ്യമേ യേശുനാഥ ജീവിതം ധന്യമായി മാറ്റിയിടണേ സ്നേഹമാമീശോയെ ദിവ്യകാരുണ്യമേ എൻ ഹൃത്തിൽ വന്നിടണേ എന്നുള്ളിൽ അലിയണമേ മിന്നിൽ നിന്നും മണ്ണിൽ വന്ന ദിവ്യകാരുണ്യമേ ജീവനായി എന്നുള്ളിൽ വാഴണമേ മിന്നിൽ നിന്നും മണ്ണിൽ വന്ന ദിവ്യകാരുണ്യമേ ജീവനായി എന്നുള്ളിൽ വാഴണമേ. തോമാപുരത്തിൻ്റെ തിലകക്കുറിയായി പ്രശോഭിക്കുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വിദേശത്തും സ്വദേശത്തും ഒക്കെയായി ജോലി ചെയ്യുന്ന അനേകായിരങ്ങളെ ആയ പൂർവ്വ വിദ്യാർത്ഥികളെ നന്ദിയോടെ ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് കാണുന്ന ഈ പ്രൗഢിയിൽ ഈ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ നിലനിൽക്കുന്നതിന് ആവശ്യമായ പ്രോത്സാഹനവും ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിത്തന്ന സ്കൂൾ മാനേജ്മെൻറ്റ്, തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി, മുൻ HM-മാർ, അധ്യാപക അനധ്യാപകർ, ഇപ്പം എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അതിലുപരിയായി ഈ സ്ഥാപനത്തിൻ്റെ കുഞ്ഞുമക്കൾ, എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. കുറച്ച് എപ്പിസോഡുകളായി ഞങ്ങളുടെ സ്കൂളിലെ വിശേഷങ്ങളാണല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ സ്കൂളിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡോടുകൂടി ഞങ്ങളുടെ സ്കൂളിലെ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നന്ദി.